ഇന്ന് ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. വലിയൊരു ഗാർഡനൊന്നുമല്ല, എനിക്ക് വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി നോക്കുന്നത് കൊണ്ട് അത്യാവശ്യം ചെടികളും പൂക്കളൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത്. ഇതൊക്കെ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലേ ഒരു ഫ്രഷ് ഫീൽ വരുള്ളൂ. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടുന്നതാണ്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ചെടികളുടെ കൂടെ ഒരു മത്തന് പടർന്നിട്ടുണ്ട്. അപ്പം മത്തനിലെ മീലിബഗൊക്കെ ചെറിയ രീതിയിൽ ഇതൊക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് റീഅറേഞ്ച് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഹൈഡ്രാഞ്ചിയാണ്, പിങ്ക് കളറിലുള്ളത്. അപ്പം ഞാൻ അതിന് പേരൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഇടക്കാണ് വെച്ചിരിക്കുന്നത്. സിറ്റൗട്ടിൽ തന്നെ എനിക്ക് 2-3 ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. ഇത് ചൈന ഡോളാണ്, പിന്നെ റബ്ബർ പ്ലാന്റ്, അതൊക്കെ അത്യാവശ്യം വലുതായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സിറ്റൗട്ടിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിന് വെയിൽ വേണ്ടാത്തത് കൊണ്ട് നമ്മൾ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്നു. ഇപ്പം 2 വശത്തായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സിറ്റൗട്ട് തീരെ ചെറുതായതുകൊണ്ട് എനിക്ക് അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും അധികം വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നതാണ് ഈ പെറ്റൂണിയ. നമ്മുടെ ഈ നാടൻ പെറ്റൂണിയാണിത്. ഇതിലാണ് നല്ലതായിട്ട് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ ഒരു വയലറ്റ് ഡബിൾ പെറ്റലുണ്ട്. പെറ്റൂണിയ വളർത്തുമ്പോൾ നല്ല കെയർ വേണം. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയിൽ നിന്നതാണ്. അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ കട്ടിങ്സ് ഒക്കെ വെച്ച് ഇനി പുതിയ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിക്കണം. കുറേ നാൾ നമ്മൾ നല്ലതായിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുറവ് ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡ്രൈ ലീഫൊക്കെ കട്ട് ചെയ്ത് കളയണം. പെട്ടെന്ന് ഫംഗസും അതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാഫ് വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഈ ചെടി കേടുകൂടാതെ നിൽക്കും. അപ്പോൾ പിന്നെ ഇനി എൻ്റെ വെജിറ്റബിൾ ഗാർഡനിലൊരു വിളവെടുപ്പ്, ചെറിയൊരു വിളവെടുപ്പാണ്. അപ്പോൾ തക്കാളി എപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ പാവൽ, പടവളം, പയറ്, മത്തൻ, വെള്ളരി, പീച്ചിൽ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു ദിവസം കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതേപോലെ ഒരു ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ ഒരു കായായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ അത് ഒരു പൂവായിരിക്കും. അപ്പോൾ അത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ടൊരു മോട്ടിവേഷനാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഒരു ചെടി നട്ടിട്ട് നടുന്നത് കുറച്ച് എഫോർട്ട് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ വീണ്ടും നടാനായിട്ട് തോന്നും. ഇതിനൊരു പാഷൻ ഉള്ളവർക്ക് മാത്രമേ നമ്മളിത് ചെയ്യുന്നതിൻ്റെ വാല്യൂ മനസ്സിലായുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എന്നെ പോലെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം.